സോ ഗൈസ്, ഇന്ന് നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് അത്യാവശ്യം ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് നമുക്കൊരു പോഡ്കാസ്റ്റ് ഷൂട്ടുണ്ട്. കുറച്ച് പേർക്കെങ്കിലുമൊക്കെ എന്നെ അറിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളൊരു പോഡ്കാസ്റ്റ് ചാനൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ടോക്കിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നമ്മളിന്ന് നമ്മുടെ ഈ ചാനലിലൂടെ ഇനിയും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, അതേപോലെ കുറച്ച് കോണ്ടന്റ് ക്രിയേഷൻ പരിപാടികൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പോഡ്കാസ്റ്റ് വിശേഷങ്ങൾ അതൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഇനി ഡെയിലി പോകുന്നത്. സോ ഇനി നമുക്ക് മെട്രോ കയറി തൃപ്പൂണിത്തുറയിലോട്ട് പോകാം. സോ മെട്രോ വന്നിരിക്കുന്നു. നമുക്കിനി മെട്രോയിലേക്ക് ഹെഡിങ് ടു തൃപ്പൂണിത്തുറ. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ ഫൈനലി തൃപ്പൂണിത്തുറയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാനായിട്ട് പോകണം. അപ്പോൾ കഴിക്കാൻ പോയിട്ട് വരാം. അങ്ങനെ നമ്മളിപ്പോൾ ഫൈനലി കഴിക്കാനായിട്ട് ഒരു കടയിലോട്ട് വന്നിട്ടുണ്ട്. രാവിലെ തന്നെ നല്ല ചൂട് ദോശയും സാമ്പാറും. ഇനി ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. കുറച്ച് മുമ്പ് നമ്മളിവിടെ വന്ന് സ്റ്റുഡിയോ സെറ്റപ്പ് പരിപാടിയൊക്കെ ഏകദേശമൊക്കെ സെറ്റാക്കിയായിരുന്നു. നമ്മളിത് കഴിഞ്ഞ് കോഫി വാങ്ങിക്കാനായിട്ട് പോയേക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ അന്നേരം സ്റ്റുഡിയോ സെറ്റപ്പ് കാണിക്കാനായിട്ട് പറ്റിയില്ല. ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡിയോയും പരിപാടിയൊക്കെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഡോപ്പ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ്. നമ്മുടെ മരട് കഴിഞ്ഞ് അരൂരാണ് ലൊക്കേഷൻ വരുന്നത്. മഴവിൽ സ്റ്റുഡിയോയുടെയൊക്കെ അടുത്തേക്കാണ് ലൊക്കേഷൻ വരുന്നത്. ഇത് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. ആളാണ് നമ്മുടെ തംബ്നെയിലുള്ള ഫോട്ടോസും അതേപോലെ തന്നെ ഇതിൻ്റെ ടൈമിലൊക്കെയുള്ള സ്റ്റിൽസൊക്കെ എടുക്കുന്ന ആളാണ്. ഇനിയിപ്പോൾ നേരെ സ്റ്റുഡിയോയിലോട്ട് ചെന്നിട്ട് സ്റ്റുഡിയോയുടെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇതാണ് സ്റ്റുഡിയോ ഡോപ്പ. ആൻഡ് അത്യാവശ്യം നല്ല സ്റ്റുഡിയോ ആണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് ഏരിയ വരുന്നത്. ഇതൊക്കെ നമ്മളിനി അത്യാവശ്യം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ആൻഡ് ഇതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് ലൈറ്റ്സ് പരിപാടി വരുന്നുണ്ട്. ഇപ്പം പൂജാ മോഹൻരാജിനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ആളും കൂടെ വരണം. ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്. ആളൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ആൻഡ് നമ്മളിവിടെ ആയിരിക്കും, പൂജ ഇവിടെ ആയിരിക്കും. ആൻഡ് ബാക്കി പൂജാരും കൂടെ വന്നതിന് ശേഷമുള്ള വിശേഷങ്ങൾ നമ്മൾ അതിലേക്ക് കാണിക്കാം. നമ്മുടെ പോഡ്കാസ്റ്റിനിടയിലുള്ള കുറച്ച് ഫൂട്ടേജസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ വ്ളോഗിനിടയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് പൂജ മോഹൻരാജും നമ്മളുമായിട്ടുള്ള പോഡ്കാസ്റ്റിൻ്റെ കുറച്ച് സീൻസ് ഉള്ളത്. സോ നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ പരിപാടി അങ്ങനെ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. പൂജ മോഹൻരാജ് ചേച്ചി അങ്ങോട്ട് പോയതേ ഉള്ളൂ. ആൻഡ് ഇനി നമ്മൾ ഇവിടുന്ന് സംഭവമൊക്കെ പറക്കി സ്പേസ് ഒന്ന് കാലിയാക്കി കൊടുക്കണം. ആൻഡ് മോറോവർ ഈ സ്പേസിൻ്റെ ആൾക്കാരെയും കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഫോർഡബിളായിട്ട് ഒരു ഷൂട്ടിംഗ് സ്പേസോ പോഡ്കാസ്റ്റ് സ്പേസോ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ എൻ്റെ ചേട്ടന്മാരെയും കൂടെ പരിചയപ്പെടുത്തി തരാം. ഞാനിപ്പോൾ ഈ ഡോപ്പ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയുടെ ആളിനെ കാണിച്ചു തരാം. പ്രിൻസ് എന്നാണ് പേര്. അപ്പോൾ ചേട്ടനെ പറയും. എൻ്റെ പേര് പ്രിൻസ്. അരൂരാണ് ഈ സ്റ്റുഡിയോ വരുന്നത്. ഡോപ്പ എന്നാണ് സ്റ്റുഡിയോൻ്റെ പേര്. നമ്മൾ ഇതിനേക്കാളും നമ്മൾ അഫോർഡബിളായിട്ടാണ് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിവിടെ എല്ലാവർക്കും സ്റ്റുഡിയോ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും വരിക. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ. താങ്ക് യു. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ പാക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വരാം. ഫൈനലി നമ്മുടെ ഷൂട്ടും പരിപാടികളെല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പോഡ്കാസ്റ്റ് എല്ലാം നല്ലതായിട്ട് പോയി. നമ്മൾ ഹാപ്പിയായി, പൂജ മോഹൻരാജ് ഹാപ്പിയായി. അങ്ങനെ ആളിനെ നമ്മളിപ്പോൾ ലാസ്റ്റ് ആലപ്പുഴയിൽ പോയി. അതേപോലെ തന്നെ നമ്മൾ അവിടുന്ന് പാക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ പാലാരിവട്ടത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടികളെന്ന് വെച്ചാൽ കുറച്ച് ഫയൽസ് എല്ലാം ഒന്ന് ഷോട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഡെയിലി വ്ളോഗിൻ്റെ ഫയലുകൾ, അതിൻ്റെ ഷൂട്ട് ചെയ്ത ഫൂട്ടേജസ് എല്ലാം നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്യണം. പിന്നെ എൻ്റെ വീട് വന്നിട്ട് പത്തനംതിട്ടയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൂടെ ഇനിയിപ്പോൾ 2-3 ദിവസം കൂടെ ഈ പോഡ്കാസ്റ്റിൻ്റെയൊക്കെ
അടുത്ത ഷൂട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു 2-3 ഡേയ്സ് കൂടി ഇവിടെ കൊച്ചി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം നിലവിലത്തെ ഒരു ഇത് വെച്ചിട്ട് 2-3 ഡേയ്സ് കൂടി ഇവിടെ കാണും. അത് കഴിഞ്ഞിട്ട് ഇനി നാട്ടിലോട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് കണ്ടിന്യൂ ചെയ്യും. ഞാൻ ഒന്നിൽ വൈകിട്ട് ഒരു ഔട്ടർ പറയും. അതേപോലെ തന്നെ നമ്മുടെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, കൂടെ കൂടണം. നമ്മൾ പുതിയതായിട്ടൊരു സ്റ്റാർട്ടിംഗ് ആണ്. സോ ആ കൂട്ടത്തിൽ നിങ്ങളെല്ലാം നിൽക്കുമെന്നുള്ളൊരു ശുഭവിശ്വാസത്തിൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നു. ഞാൻ പറ്റുവാണെങ്കിൽ വൈകിട്ടത്തേക്ക് ഒന്നുകൂടെ വരാം. സോ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടും പരിപാടിക്കൊക്കെ ആയിട്ട് ഇറങ്ങിയാണ്. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് മോദിനീസ് കഫേയിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ നല്ല തണുപ്പും നല്ല ആംബിയൻസ് മഴയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഒരു നല്ല ചൂട് ചായ കുടിക്കാനായിട്ട് പോവാണ്. എങ്ങോട്ട് ചായ കുടിക്കാൻ പോണേ സഞ്ജു? എങ്ങോട്ട് ചായ കുടിക്കാൻ പോണേ? സ്റ്റേഡിയം. അപ്പോൾ സ്റ്റേഡിയത്തിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. സ്റ്റേഡിയത്തിൽ കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൽ വന്നു. ചായ കുടിക്കും. ചായ ഫ്രം ചായ. നല്ല മഴയൊക്കെ ആയിട്ട് വന്ന് ചായയൊക്കെ കുടിക്കാൻ പൊളി മൂടാണ്. പക്ഷേ ഇച്ചിരി മുമ്പ് ഒരു പ്രശ്നം പറ്റി. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വ്ളോഗിനകത്ത് ഞാൻ ചായ കാണിക്കാനായിട്ട് കാണിക്കാനായിട്ട് നിന്നപ്പം കൈ തട്ടി ഒരു ചായ ഫുള്ളായിട്ടങ്ങ് പോയി കിട്ടി. അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ റൂംമേറ്റ് ആയിരുന്നു സഞ്ജു. ആള് അവിടെ നിന്ന് ഫോൺ ചെയ്ത് കട്ടൻ ചായയൊക്കെ കുടിച്ച് ആസ്വദിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ചായ കുടി. ആദ്യത്തെ ചായ സക്സസ്. ഗൈസ്, നമ്മളിവിടെ വന്ന ടൈം തൊട്ട് ഒരാളെ നമ്മൾ കാണുന്നത്. ആളെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ എൻ്റെ ഒരു പഴയ റൂംമേറ്റിനെ കാണാൻ പോകുന്നത്. ആളിവിടെ അടുത്ത് വന്നിട്ടുണ്ട്. ആളുടെ അടുത്തിലും കൂടെ പോയിട്ട് നേരെ സ്ട്രൈറ്റ് പോകും. ഇത് ഇവനെ കാണാനായിട്ടാണ് ഇപ്പം ചായ കുടിക്കുന്നിടത്തുനിന്ന് ഇങ്ങോട്ട് കെട്ടിയിരുന്നുള്ളത്. അതായിരുന്നു ആ പഴയ റൂംമേറ്റ്. ഇനി ഫസ്റ്റ് വ്ളോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഐ എം വെയിറ്റിംഗ്. അത് പുതിയ ചാനലിലായിരിക്കും. അപ്പം ഗുഡ് നൈറ്റ്.